കുത്തനെയുള്ള പടികൾ കാത്തുനിന്ന് വോട്ട് ചെയ്ത് മടങ്ങുമ്പോൾ ഇതേ പടികൾ ഇറങ്ങണം. ആറന്മുള നിയോജക മണ്ഡലത്തിലെ പത്തനംതിട്ട മുണ്ടുകോട്ടയ്ക്കലിലെ സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുന്നവർക്ക് വല്ലാത്ത ആശങ്കയായിരുന്നു. മുൻപ് വോട്ട് ചെയ്ത് കഴിഞ്ഞ് പലരും കുഞ്ഞുമോൻ ചേട്ടനെ പോലെ തളർന്നിരിക്കുമായിരുന്നു. ഇവിടെ വോട്ട് ചെയ്ത് ക്ഷീണിക്കൂല്ലേ പടി കയറി? ഒരു 3-4 ഇടത്ത് നിന്നാ കയറിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശങ്കയ്ക്ക് പരിഹാരമായി തിരഞ്ഞെടുപ്പ് ദിവസത്തിൽ ഡോളി സംവിധാനം എത്തുന്നത്. കുറച്ച് വർഷങ്ങളായി ഈ ബൂത്തിലെ സ്ഥിരം കാഴ്ചയാണിത്. അമ്മ വലിയ സൗകര്യം അല്ലേ ഇത്? തീർച്ചയായിട്ടും. ഇവിടെ ബൂത്ത് വരുമ്പോൾ എങ്ങനെയാ ഇത്രയും പടി കയറുന്ന ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇങ്ങനെ കൊണ്ടുപോയി. ഇവരുടെ സേവനം എങ്ങനെ കാണുന്നു? സേവനം നന്നായിട്ട് പോകുന്നു എല്ലാവരുടെയും. ബൂത്തിൽ റാമ്പ് സൗകര്യം ഉപയോഗിക്കുന്നവരുമുണ്ട്. എന്നാൽ വളരെ അവശരായവർക്ക് ഡോളി തന്നെയാണ് ആശ്രയം. ചേട്ടാ, ഇതിപ്പം കുറെ അധികം ആളുകൾ ഉപയോഗിക്കുന്ന സേവനം. പിന്നെ 37 പേരോളമായി. നമുക്കൊരു ശാരീരിക അധ്വാനമാണ്. പിന്നെ ഇങ്ങനെ ഒരു സേവനമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ യാത്രയെ കൊണ്ടുവരുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിൽ ആരെങ്കിലും നമ്മൾ തഹസിൽദാരുടെ ഓഫീസ് കമ്മീഷന്മാരുടെ തഹസിൽദാർ ഓഫീസിൽ നിന്ന് നമ്മളെ വിളിച്ചാണ്. ഇപ്പോൾ നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ 2 വിങ് അവിടെ വെട്ടൂർ സ്കൂളിലുണ്ട്. അവിടെ 4 പേര് നിൽപ്പുണ്ട്. ഇവിടെ 8 പേരുണ്ട്. 4 പേര് കഴിക്കാൻ പോയിട്ടുണ്ട്. റെസ്റ്റ് എടുത്ത് മാറി മാറി ചെയ്യുവാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.